ഗുഡ് ഈവനിങ് ഡോക്ടർ സർ. ഗുഡ് ഈവനിങ്. മമ്മി എത്ര നേരമായി നോൺ അടിക്കുന്നത്? ഇപ്പൊ പോവാം മോളെ. എന്തൊക്കെയുണ്ട് പറയുന്നത് സാറേ? അങ്ങനെ കഴിഞ്ഞു പച്ചട്ടോ വീട് വാ മമ്മി, വേഗം വാ മമ്മി, വാ വീട്. ഡാഡി മമ്മി എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. അതെയോ? മിടുക്കി. എന്താ മോളുടെ മുഖം വല്ലാതിരിക്കുന്നേ? വെയിലത്തോടി കളിച്ചോ? ഇല്ല ഡാഡി. എന്താ ഒരു ക്ഷീണം? മമ്മിയോട് എന്തെങ്കിലും ടോണിക്ക് വാങ്ങിച്ചു കഴിക്കണം. എനിക്ക് ടോണിക്കൊന്നുണ്ട്, എനിക്ക് നല്ല എനർജിയാ. നീ ആർക്കോ ആ കടയുടെ അവിടെ ഒന്ന് നിർത്തും. എന്തിനാ? എനിക്ക് ഒന്ന് രണ്ടു കൂട്ടം സാധനങ്ങൾ വാങ്ങിക്കാൻ. സാധനം വാങ്ങിക്കാൻ കണ്ടൊരു സമയം. സിഗരറ്റ് വന്നോ? എത്ര വേണം? ഒരു കോട്ടൺ, ഒരു ഷേവിംഗ് ക്രീം കൂടെ താ. റാസ്മിക്കല്ലേ? ഒരു കാഡ്ബറീസ് തരൂ. മമ്മി എനിക്കൊരു കാഡ്ബറി. വേണ്ട മോളെ, മധുരമുള്ള ഒന്നും കഴിക്കണ്ട. എന്താ ടീച്ചർ? വേണ്ടാത്ത രോഗങ്ങളൊക്കെ ഉണ്ടാവും. അതിനെന്നെ ചികിത്സിക്കാൻ മമ്മിയുള്ളത്. നിനക്ക് എന്തെങ്കിലും രോഗം വന്നാൽ മമ്മിയെ ചികിത്സിക്കാൻ വേറെ ഡോക്ടറെ നോക്കണം. ഉണ്ടായി അവിടെ അക്കൗണ്ടിൽ എഴുതിക്കോളൂ. ഇതാ മോളെ. നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ രാവിലെ ഗോപാലിനോട്ട് വാങ്ങിപ്പിച്ചാ പോരെ? ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്ത. തീർത്തും തീർന്നു. ആഹാ, എന്റെ ദുശീലങ്ങളൊക്കെ അല്ല എന്റെ ഹാബിറ്റ്സ് ഒക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ശ്രീമതിയാണല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. കൊണ്ടുപോവാ, ഞാനൊന്ന് വലിച്ച് രസിക്കട്ടെ. താങ്ക് യു. ജമീല, സലീം വന്നില്ലേ? കുളിക്ക്. എന്തോ നീ സിൽക്ക് സ്മിതേ പൗഡറിട്ട് മുഖമൊക്കെ വൃത്തികളാക്കിയല്ലോ. നീ എനിക്ക് ജനിച്ചല്ലോടി സൗന്ദര്യബോധമില്ലാത്ത കഴുതേ. അമ്മയുടെ തന്നെ സ്വഭാവം. എടി മമ്മിയേ,
ഒന്ന് വേഗം ആവട്ടെ. ഇതാ വരുന്നു മോളെ. കുറച്ചുകൂടി കുറച്ച്. മതി. ഡാഡി എടുത്തരാം മോളെ. വരണം വരണം. എന്തോ സലീം വന്നിരിക്കുന്നു. ആ സിമന്റ് പെർമിറ്റിന്റെ കോപ്പിയാ നാളെ കളക്ടർ കൊടുക്കണ്ടേ? അയ്യോ എനിക്കൊന്നും വേണ്ട. ഈ ചായ എങ്കിലും കുടിക്കൂ. ജമീലയ്ക്ക് വിശേഷമൊന്നുമില്ലല്ലോ? ഇപ്പൊ ഒന്നും. ജമീലയ്ക്ക് എന്ത് പറ്റി? രവിയേട്ടൻ അറിഞ്ഞില്ലേ? ഇല്ല. സലീം ബാപ്പയാകാൻ പോകുന്നു. അത് ശരി. അപ്പൊ സംഗതി കയറി കൊളുത്തിയല്ലേ? എന്നെന്ത് പറയുന്നു? അയ്യോ ഇയാൾക്കൊന്നും അറിയില്ല. കൊച്ചുകുട്ടിയല്ലേ? ചെലവ് വേണം കേട്ടോ. ഓക്കെ. ആരും അറിയാതെ സംഗതി ഒപ്പിച്ചിട്ട്. ചേട്ടാ, കൊറേ ദിവസമായി വീട്ടിൽ പോയിട്ട്. ഞായറാഴ്ച ഒന്ന് പോകാമെന്ന് കരുതിയിരിക്കുക. 2 ദിവസം ഹോളിഡേ അല്ലേ? ഡാഡി, ഞായറാഴ്ച എന്റെ സ്കൂളിലെ ആനിവേഴ്സറിയാ. ആനിവേഴ്സറിക്കൊന്നും പോകണ്ട മോളെ, നമുക്ക് മമ്മിയുടെ വീട്ടിൽ പോവാം. വേണ്ട വേണ്ട, എനിക്ക് ആനിവേഴ്സറിക്ക് പോണം. മമ്മി ഒന്നില്ലെങ്കിലും വേണ്ട, ഡാഡി വന്നാ മതി. നിഷയുടെ ഡാൻസ് ഉണ്ട്. മോളുടെ സ്കൂളിലെ ആനിവേഴ്സറിക്ക് ഡാഡി വന്നല്ലേ, പിന്നെ ആരുടെ ആനിവേഴ്സറിക്കാ ഡാഡി പോകുന്നത്? നീ പോയി അവിടെ. അവളുടെ ഒരു വീട്. നല്ല ഡാഡി. ഓ, ഒരു ഡാഡിയും മോളും 2 പ്രാവശ്യമായി വീട്ടിൽ പോക്ക് മാറ്റി വെക്കുന്നു. ഓ, നിന്റെ വീട്ടിലേക്ക് അങ്ങ് പോയാലും മതി. ഇങ്ങനെ ബോറടിക്കുന്ന ഒരു പട്ടിക്കാട്. എന്നാ ഡാഡിയും മോളും കൂടെ ആനിവേഴ്സറിക്ക് പോയിക്കോ, ഞാൻ വീട്ടിൽ പോവാ. മമ്മി വെക്കോ, ഞങ്ങളില്ല അല്ലേ ഡാഡി? പിന്നല്ലാതെ. ഇവൾക്ക് ആനിവേഴ്സറി പറ്റി വല്ല വിവരം ഉണ്ടോ മോളെ? ഇവള് പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ഇവള് വെറും വ്യാജ ഡോക്ടറാ. ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ പണ്ടേ വലിയ കമ്പമായിരുന്നല്ലോ. ഡാഡി മമ്മി എന്തിനാ ചിരിക്കുന്നത്? വെറുതെ ചിരിച്ചതാണ് മോളെ. വെറുതെ ചിരിക്കുന്ന ഒരു പ്രാന്തമാണെന്നാ ഞങ്ങളെ മിസ് പറഞ്ഞു തന്നത്. മോളൊന്ന് കിടന്നുറങ്ങിക്കേ. താഴെ ഇറങ്ങി കിടക്കുമോളെ. ഇങ്ങനെ കിടന്ന ഡാഡിയുടെ നെഞ്ചു വേദനിക്കില്ലേ? നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അവൾ അവിടെ കിടന്നാലേ ഉറങ്ങത്തുള്ളൂ. ഉറങ്ങിയില്ലേ പിന്നെ പാതിരാത്രി വരെ മനുഷ്യനിട്ട് മെനക്കെടുത്താൻ. മോളെ എല്ലാ ദുശീലങ്ങളും പഠിപ്പിച്ചു. ഡാഡി, ആനിവേഴ്സറിക്ക് പോകുന്ന കാര്യം മറക്കരുത്. വേഗം കിടന്നുറങ്ങിയാ കൊണ്ടുപോവാ. ഇറങ്ങിക്കോ. ഞാൻ ഉറങ്ങാൻ പോവാ. ഉറങ്ങും. എനിക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോകാനുള്ളതാ. ഉറങ്ങിക്കോ. നിന്നെ ഉണർത്താനല്ലേ വലിയ പാട്. എന്നെ മാത്രം ഉണർത്തല്ലേ ഡാഡി? ഇതിന് ഏതു നേരം എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ഒരു ചെറിയ തെറ്റെങ്കിലും ചെയ്യാത്ത ഒരാണിനെ നീ എനിക്ക് കാണിച്ചു തരാമോ? ആണുങ്ങൾക്കൊന്നും വരാനില്ല. എടി, നീ ഒരുത്തിന്റെ ഭാര്യയല്ലേ? നിനക്ക് വിദ്യാഭ്യാസം ഇല്ലേ? നീ എന്താ നിന്റെ ഭർത്താവിനെ പറ്റി ധരിച്ചിരിക്കുന്നത്? അയാൾ എന്റെ കളിപ്പാനായിട്ട് നടക്കുന്നാണോ? നീ അതിനെക്കുറിച്ചൊന്നും ശരിക്കറിയാതെയാണ് സംസാരിക്കുന്നത്. എനിക്കെല്ലാം അറിയാം. ഹെടി, നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവല്ല ഇത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്തുതന്നെ നീ കണ്ടതിനെ സത്യമാണെന്നില്ലല്ലോ. എനിക്ക് അയാളെ കുറിച്ച് നേരത്തെ അറിയാം. നിനക്കറിയാമോ? അച്ഛനുൾപ്പെടെ എല്ലാവരും എതിർത്തിട്ടും ഞാൻ അയാളെ വിവാഹം കഴിച്ചത് അയാൾ നന്നായി വരുമെന്നുള്ള വിശ്വാസത്തോടെയായിരുന്നു. ഇന്നവരുടെ മുഖത്ത് നോക്കാൻ എനിക്ക് ശക്തിയില്ല. ഞാൻ അയാളുമായി ഇനി ജീവിക്കുന്ന പ്രശ്നമേ ഇല്ല രജനി. അതിന് നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ? എനിക്കൊരു കുഴപ്പവുമില്ല.
നിനക്ക് കേൾക്കണോ? എന്റെ ബെഡ്റൂമിന്റെ പുറകിലുള്ള വിൻഡോ പെർമനന്റായി ഞാൻ അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്തിനാണെന്നോ? അതിന്റെ പുറകിലുള്ള ഫ്ലാറ്റിൽ 24 മണിക്കൂറും എന്നെ നോക്കിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ഇയാളില്ലാത്ത എത്രയോ രാത്രികളുണ്ടായിരുന്നു. ഞാനൊന്ന് കണ്ണടച്ചാൽ മതി, അയാൾ എന്റെ ബെഡിലായിരിക്കും. എനിക്കും ആകാമായിരുന്നല്ലോ. അതാണ് ഞാനും അയാളും തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് നിന്റെ ന്യായീകരണങ്ങളൊന്നും കേൾക്കണ്ട. നീ പറയുന്നത് ശരിയാണെന്ന് നിനക്ക് മാത്രം തോന്നിയാൽ പോരല്ലോ. ഒന്ന് ഞാൻ പറയാം, ആവശ്യമില്ലാത്ത നിന്റെ എടുത്തുചാട്ടങ്ങൾ കൊണ്ട് നിന്റെ ഭാവി തകർക്കരുത്. ഒന്നുകൂടെ ആലോചിക്കുക. എനിക്കിപ്പം ഇത്ര പറയാനുള്ളൂ. ഞാൻ പോകുന്നു. ഓളെ, അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അച്ഛനാണെങ്കിൽ അവനെ ഈ പടിക്കകത്ത് കയറ്റണമെന്നാ പറഞ്ഞിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യും മോളെ? ഇനി ഇവളോട് എന്ത് പറയാനാണമ്മേ? കൊച്ചുകുട്ടിയെന്നല്ലല്ലോ, ഇവളൊരു ഡോക്ടറല്ലേ. അവളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അവളുടെ ഭാവി നോക്കാൻ അവക്കറിയാം. ഞാൻ വരട്ടെ. രവി എന്താ രാവിലെ സൈറ്റിലേക്ക് വരായിരുന്നു? എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. അല്ല, ഇതൊന്നും കഴിച്ചില്ലേ? വേഗം കഴിക്കാൻ, നമുക്ക് ഒരുമിച്ച് പോവാം. സലീം പൊക്കോളൂ, ഞാൻ വന്നേക്കാം. ആ, ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്ന എങ്ങനെയാണ്? കൊച്ചു കുട്ടികളെ പോലെ. വേണ്ട സലീം. ഡാഡി, മോളെ, ഡാഡി, 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 ഡാഡി. എന്റെ മോൾ കരയാതെ, കരയാതെ. മോളെങ്ങനെ വന്നേ? ആന്റീനെ നഴ്സിന്ന് കൂട്ടി വന്നത്. ഡാഡി എന്തെന്നെ കാണാൻ വരത്? ഡാഡി മമ്മി പിണക്കാണോ? ഡാഡിക്കൊരു പിണക്കമില്ല മോളെ. പിന്നെ എന്റെ മമ്മി ഇങ്ങോട്ട് വരാത്ത? മോൾ വല്ല കഴിച്ചു? ഇല്ല. വാ. നമുക്ക് ഊണ് കഴിക്കാം. ഞാൻ വിളമ്പാം. ഡാഡി വരുതട്ടെ. ഡാഡി കഴിച്ചാ? ഡാഡിക്ക് വേണ്ട, മോള് കഴിക്കും. ഡാഡി കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല. നിന്നേക്കാൾ കൂടുതൽ വർഷം ഈ ഭൂമിയിൽ ജീവിച്ചവനാ ഞാൻ. നിനക്ക് പഠിപ്പുണ്ടാകാം, പക്ഷെ അനുഭവങ്ങൾ മോളേക്കാൾ കൂടുതൽ നിന്റെ അച്ഛനുണ്ട്. അതിനച്ഛാ ഞാൻ പറഞ്ഞത്. നീ ഒന്നും പറയണ്ട. പണ്ട് ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല. അന്ന് നീ ഈ അച്ഛനെ അനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഈ ഗതി വരില്ലായിരുന്നു. അച്ഛൻ പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ കോടതിയിൽ ഒരുപാട് ആളുകളുടെ അവനാണ് നാണക്കേട്. അവൻ നാണം കെടണം. നാട്ടുകാരുടെ മുമ്പിൽ അവൻ തലപൊക്കി നടക്കരുത്. എന്നാലും അച്ഛാ, ഒന്നുകിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം, അതല്ലെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. ഇപ്പൊ തന്നെ അവന്റെ അടുത്തേക്ക് പൊയ്ക്കോ. പക്ഷേ പിന്നീട് ഈ വീട്ടിൽ നീ കാലുകുത്തരുത്. ഇങ്ങനൊരു വീടും ഒരച്ഛനും നിനക്കില്ലെന്ന് നീ കരുതിക്കോ. അച്ഛാ. മോളെ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ് നിനക്ക് വേണ്ടത്. സ്നേഹം പലർക്കു വേണ്ടി പങ്കിടുന്നവൻ ഒരിക്കലും ഒരു നല്ല ഭർത്താവായിരിക്കില്ല. നീ തറവാടും എനിക്ക് വലുതാണ്. ഇതിന് രണ്ടിനും ഒരു പോർലേൽക്കുന്നത് ഈ അച്ഛൻ സഹിക്കാൻ കഴിയില്ല മോളെ. അന്ന് നിന്റെ കഴുത്തിൽ അവൻ താലി കെട്ടുമ്പോ ഞാൻ വേദനയോടെയാ നോക്കി നിന്നത്. ഇന്ന് ഇതെല്ലാം കണ്ട് നിസ്സഹായനായി നോക്കി നിൽക്കാൻ ഞാൻ തയ്യാറല്ല. അച്ഛാ, ഞാൻ നിന്റെ കൂട്ടുകാരി രജനിയെ കാണാൻ പോവുക. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. അവന്റെ ഭാര്യ വലുതല്ലെങ്കിലും എനിക്കെന്റെ മോള് വലുതാ. ഞാനൊരു കാര്യം പറയട്ടെ.
ഇനി കേസിനും വഴക്കിനും ഒന്നിനും പോകണ്ട. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ ഒരു വിധത്തിൽ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചിരിക്കുന്നത്. അതിന് അവളൊരു തീരുമാനം പറഞ്ഞില്ലല്ലോ. അവളൊരു തീരുമാനവും പറയണ്ട. 4-5 കൊല്ലം മുമ്പ് അവളൊരു തീരുമാനം എടുത്തതിന് നമ്മൾ നിന്നുകൊടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി ഞാൻ എടുക്കുന്ന തീരുമാനം അനുസരിച്ച് അവളങ്ങ് ജീവിച്ചാ മതി. മനുഷ്യൻ തലയുയർത്തി നാട്ടിൽ നടക്കണ്ട. നീ ഇതിന്റെ തലേ ഇരിക്കുന്നുള്ളൂ. പുറത്തിറങ്ങി നടക്കുന്നവൻ ഞാനാ. വരൂ അങ്കിൾ, ഇരിക്കൂ. അങ്കിൾ ഇവിടെ വന്നാൽ അത്യാവശ്യമായിട്ട് ഇന്ദുവിനെ വിളിക്കാൻ പറഞ്ഞു. ഞാനിപ്പോ വീട്ടിൽ നിന്നാ വരുന്നത്. ഇന്ദുവിന്റെ കാര്യത്തിന് വല്ല തീരുമാനമായോ? ഒരു ഉറച്ച തീരുമാനവുമായിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവൾ സമ്മതിച്ചു? സമ്മതിച്ചു. ഇതെങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കും അങ്കിൾ? എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചേ പറ്റൂ. എന്ന് വെച്ചാൽ ഒരു നോട്ടീസ് അയക്കണം. എന്ത് നോട്ടീസ്? ഡൈവോഴ്സ് നോട്ടീസ്. അങ്കിൾ എന്താണ് ഈ പറയുന്നത്? എന്റെയും എന്റെ കുടുംബത്തിന്റെയും അഭിമാനത്തിന്റെ പ്രശ്നമാണ് മോളെ ഇത്. മിനിമോളുടെ ഭാവി കൂടെ ആലോചിക്കണ്ടേ അങ്കിൾ? മിനിമോൾക്ക് എന്താ കുഴപ്പം? ഓ, 10-12 വർഷം കഴിയുമ്പോ അവളെ കല്യാണം കഴിച്ച് അയക്കുന്ന കാര്യമാണ്. അതിന് അവന്റെ കെയർ ഓഫ് എനിക്ക് ആവശ്യമില്ല. ഇന്ന് അവന്റെ കെയർ ഓഫ് എന്റെ മോൾക്ക് അപമാനവുമാണ്. അവൾക്ക് എന്താണെങ്കിൽ ഭ്രാന്തുണ്ടോ? എന്റെ മകൾക്കല്ല ഭ്രാന്ത്. ഭ്രാന്ത് അവനാണ്. അതുകൊണ്ടാണല്ലോ പേപ്പട്ടിയെ പോലെ കണ്ട അഭിസാരികൾ വിട്ട് ഹോട്ടലുകൾ തോറും കയറിയിറങ്ങി നടക്കുന്നത്. അവൻ എവിടെ വേണമെങ്കിൽ പോയി തുലയട്ടെ, എനിക്കതൊരു പ്രശ്നമല്ല. പക്ഷെ എന്റെ തറവാട്ടിൽ ഇനി അവൻ കാലുകുത്താൻ പാടില്ല. അങ്കിൾ, പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്. ഒന്നുകൂടെ ആലോചിക്കൂ. ഒന്നല്ല 10 പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ പോയി മോളെ. ഇനി എന്താലോചിക്കാനാ? കുടുംബത്തിന്റെ അന്തസ്സിന്റെ പ്രശ്നമല്ലിത്. ഇന്ദുവിന്റെയും മിനിമോളുടെയും ഭാവിയുടെ പ്രശ്നമാണ്. എന്റെ മോൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവളൊന്ന് മൂളിയാൽ മതി. 24 മണിക്കൂറിനകം അവൾക്ക് അനുയോജ്യനായ ഒരുത്തിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള കഴിവ് ഈ മംഗലത്ത് നാരായണൻ നായർക്കുണ്ട്. അതുകൊണ്ട് മോള് വേഗം തന്നെ വിവാഹമോചനത്തിനുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കുക. അങ്കിൾ, നോ, ഞാനിത് ചെയ്യില്ല. എനിക്കിത് ചെയ്യാൻ കഴിയില്ല. മോളെ, ഇന്ദുവും നീയും വേറെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിന്റെ ഒരു സഹോദരിക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നതെന്ന് കണക്കാക്കി നീ ഇത് ചെയ്യണം. അഥവാ നീ നോട്ടീസ് അയച്ചില്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റും കൊണ്ട് അയപ്പിക്കേണ്ടി വരും. അങ്കിൾ, ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. സലീം, സലീം, ഇത് കണ്ടോ? സലീം, ഏത് വിധത്തിലെങ്കിലും ഇത് തടയണം. എനിക്ക് അവിടെ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല സലീം. രവി ഇങ്ങനെ വിഷമിച്ചാലോ? ഇരിക്കൂ. ഇല്ല സലീം, നീ എങ്ങനെയെങ്കിലും നമ്മളെ കണ്ടത് തടയണം സലീം. ഞാൻ പോകാം. സമാധാനമായിരിക്കും. ചെല്ല് സലീം, ചെല്ല്. ആരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ രവിയുടെ നെയ്ബറാ. ഇന്ദുവിനൊന്ന് കാണാമെന്നതാ. എന്താ വിശേഷം? രവിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാ. രവിയെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ എന്നോട് സംസാരിക്കാം. ഞാൻ ഇന്ദുവിന്റെ അച്ഛനാണ്. ഇതെന്താണ് സാർ? വക്കീൽ നോട്ടീസ് ആയിരിക്കും. ഇന്ദു എന്തൊരു അബദ്ധമാണ് ഈ കാണിക്കുന്നത്. സാറിന് ഇന്ദുവിനൊന്ന് പ്രതീക്ഷിച്ചൂടെ? എന്തിന്? താലി കെട്ടിയ ഒരു ഭാര്യയും കുഞ്ഞുമുള്ളപ്പോ
തെരുവേശികളെ തേടിപ്പോയ ഒരുത്തനെ ഭാര്യ വേണ്ടാന്ന് പറഞ്ഞതാണോ അബദ്ധം? സാർ സത്യമറിയാതെ സാർ സംസാരിക്കുന്നത്. നിങ്ങൾ രവിയുടെ റെക്കമെൻഡേഷനുമായിട്ട് വന്നതാണോ? എന്നാൽ അവനോട് പോയി പറഞ്ഞേക്ക്, മംഗലത്ത് നാരായണൻ നായരുടെ പടിക്കകത്ത് ഇനി അവന് കാലുകുത്താൻ പറ്റില്ലെന്ന്. നിങ്ങൾ പോവാ.